സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. ആശമാരെ NHM സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചു. നാളെ നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ നടപടി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ചർച്ച എത്രത്തോളം പ്രതീക്ഷയോടെ കാണണം ഇതിനെ? തീർച്ചയായും എന്തായാലും സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ച ശേഷം കാര്യമായ ഒരു അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു. വീണ്ടും സമരം തുടർന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ലഭിച്ചിരുന്ന ഓണറേറിയത്തിൽ 7,000 രൂപയ്ക്ക് വിവിധ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ എടുത്തു കളയാൻ തീരുമാനിച്ചത്. അത് ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞതല്ല. പക്ഷേ സമരം തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ സ്വന്തം നിലയിൽ അവർക്ക് വേണ്ടി അനുകൂലമായ തീരുമാനമെടുത്തതാണ്. പക്ഷേ അപ്പോഴും സമരം നിർത്താൻ ഇവർ തയ്യാറായിരുന്നില്ല. ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി. ഒടുവിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുകയും സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ 2ാം ഘട്ട സമര പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ NHM ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. NHM സ്റ്റേറ്റ് മിഷനാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എന്തായാലും NHM ആണ് ഈ ആശാ പ്രോജക്ടിന്റെ ഒരു സംസ്ഥാനത്തെ നടത്തിപ്പ്. അതുകൊണ്ട് തന്നെ NHMുമായുള്ള പ്രാഥമികഘട്ട ചർച്ച ഒരുപക്ഷെ ചർച്ചയിൽ തീരുമാനങ്ങളായില്ല എങ്കിൽ സമരം എന്തായാലും മുന്നോട്ട് പോകും. അതേസമയം ഈ NHMന് ഈ കാര്യത്തിൽ കാര്യമായി ഒരു വാഗ്ദാനങ്ങളും നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ സമരക്കാർ മുന്നോട്ട് വെക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യമാണ്. അതിൽ NHMന് സ്വന്തം നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഒരുപക്ഷെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യത്തിൽ കാര്യമായ തീരുമാനം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇവരുടെ ആവശ്യം സർക്കാരിനെ അറിയിക്കാം, കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം എന്നുള്ള ഉറപ്പുകളെല്ലാം നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിൽ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കുകയോ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നത്. അനുജ, ഇതിൽ പക്ഷേ എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അത് സർക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു മീഡിയേറ്ററിന്റെ റോൾ കൂടി ഇവർ വഹിക്കുമല്ലോ NHM. അപ്പോൾ ആ തരത്തിലേക്ക് ഇത് നിർണായകമല്ലേ? എവിടെ വെച്ചാണ് ചർച്ച? ഇതിൽ ആശയമാരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഉമേഷ്. തീർച്ചയായും അനുജ, അതായത് അതുതന്നെയാണ് ഇതിൽ ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും സുപ്രധാന സാഹചര്യം അത് തന്നെയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ആവശ്യങ്ങൾ അത് NHMനെയാണ് അറിയിക്കേണ്ടത്. നാഷണൽ ഹെൽത്ത് മിഷൻ അത് നാഷണൽ പ്രോജക്റ്റുകൾ, അതായത് ദേശീയ തല പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഏജൻസിയാണ് NHM. ആ NHM ഇവരുടെ ആവശ്യങ്ങൾ അത് കൃത്യമായി കേൾക്കുകയും അത് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം കേന്ദ്ര സർക്കാരിനെയും അറിയിക്കാനുള്ള ഒരു മീഡിയേറ്ററായി ഇവർക്ക് പ്രവർത്തിക്കാനാകും. അതിൽ എന്തു മറുപടി സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി എന്ത് മറുപടി നൽകും, കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി എന്ത് മറുപടി നൽകും, എന്തായാലും കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ആലോചിക്കാമെന്നുള്ള ഒരു മറുപടി ലോക്സഭയിലടക്കം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ NHM ഒരു ചർച്ച നടത്തുകയും അതിൽ കേന്ദ്രത്തെ ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആവശ്യത്തിൽ കേന്ദ്രം എന്ത് മറുപടി നൽകുമെന്നുള്ളത് ഈ സമരത്തിന്റെ ഭാവിയിൽ നിർണായകമാണ്. ഏതായാലും സംസ്ഥാനത്തും സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിനോടും ഈ ആവശ്യം ഉന്നയിക്കും. കേന്ദ്ര ഓണറേറിയം കൂട്ടി സംസ്ഥാനവും കൂട്ടാൻ തയ്യാറാണ് എന്നുള്ള ഒരു മറുപടിയായിരുന്നു. അത്തരമൊരു നിലപാടായിരുന്നു സംസ്ഥാനം സ്വീകരിച്ചത്. എന്തായാലും ഒരു ചർച്ചയ്ക്ക് NHM തയ്യാറാകുന്നു. അവിടെ പ്രാഥമിക, അതായത് NHM ആണ് ആശാ പ്രോജക്ടിന്റെ നടത്തിയത്. സ്വാഭാവികമായി NHM ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു. ആവശ്യങ്ങൾ കേട്ട ശേഷം സർക്കാരുകളെ അറിയിക്കുന്നു. തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകേണ്ടത്. എപ്പോഴായിരിക്കും ചർച്ച എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? കാരണം ആശമാരുടെ നിലപാട് എന്ത് എന്നത് അറിയേണ്ടതുണ്ടല്ലോ. അത് തന്നെയാണ്. കാരണം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സമരക്കാരെ അറിയിക്കും. സമരക്കാരെ അറിയിച്ച ശേഷം അവരുടെ കൂടി സമയം തീരുമാനിച്ച് അതിനനുസരിച്ചായിരിക്കും ഈ ചർച്ചയുടെ കാര്യങ്ങൾ, ചർച്ചയുടെ സമയവും എല്ലാം തീരുമാനിക്കുന്നത്. ഇക്കാര്യങ്ങൾ സമരത്തിന് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇക്കാര്യം സമരക്കാരെ അറിയിക്കും. സമരക്കാർ കൂടിയാലോചിച്ച ശേഷം ഏത് സമയം എന്നുള്ള കാര്യം അവർക്ക് കൺവീനിയന്റ് ആയ സമയമടക്കം NHMനെ അറിയിക്കും. അതിനനുസരിച്ച് സമയവും മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ NHM ആസ്ഥാനം ജനറൽ ഹോസ്പിറ്റലിന് സമീപത്താണ്. അവിടെ വെച്ചായിരിക്കും ചർച്ചയ്ക്കുള്ള സാധ്യതയുള്ളത്. ഇതിപ്പോൾ 40 ദിവസത്തോട് അടുക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ നിരാഹാര സമരത്തിലേക്ക് കൂടി ഇവർ പോകുന്നു എന്നുള്ളിടത്താണോ വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ NHM സ്റ്റേറ്റ് മിഷൻ കടക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? അതുതന്നെയാണ്. ഒരുപക്ഷെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് സമരം കൂടുതൽ വഷളാകും. സ്വാഭാവികമായി ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ആശമാർക്കുണ്ട്. ആ പിന്തുണ ഉയരുകയും ചെയ്യും. ഈ സാഹചര്യങ്ങളെല്ലാം സർക്കാരിനെതിരെയുള്ള പൊതുവികാരമായി ഉയരും എന്നുള്ള കാര്യം കൂടി, വസ്തുത കൂടി സർക്കാർ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ട ചർച്ചയ്ക്ക് NHMനെ ചുമതലപ്പെടുത്തുന്നത്. NHM ആയിരിക്കും ആദ്യഘട്ട ചർച്ച നടത്തുക. ആദ്യഘട്ട ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം സർക്കാരുകളെ അറിയിക്കും. സർക്കാരുകളുടെ മറുപടി അനുസരിച്ച്
ഇവരുടെ ആവശ്യങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും താൽക്കാലികമായി ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് NHM ചർച്ചയിൽ ഉയരും. അങ്ങനെയാണെങ്കിൽ ആവശ്യങ്ങൾ പരിഗണിക്കാം, ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കരുത് എന്നുള്ള അഭ്യർത്ഥന NHMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ആ ഒരു അഭ്യർത്ഥന എങ്ങനെ ആശമാർ സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം NHMുമായുള്ള ചർച്ചയിൽ ഒരു കാരണവശാലും അവർക്ക് ഓണറേറിയം കൂട്ടി നൽകാം എന്നുള്ള ഉറപ്പ് നൽകാൻ NHMന് കഴിയില്ല. കാരണം NHM അല്ല അതിൽ തീരുമാനമെടുക്കേണ്ടത്, സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാരുകളെ അറിയിക്കാമെന്നുള്ള മറുപടി കൊടുക്കും. ഒരുപക്ഷെ ഈ അനിശ്ചിതകാല നിരാഹാര സമരം താൽക്കാലികമായി, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടികളും തീരുമാനങ്ങളും വരുന്നത് വരെയെങ്കിലും ഈ അനിശ്ചിതകാല നിരാഹാര സമരം എന്നുള്ളത് മാറ്റിവെക്കാനുള്ള റിക്വസ്റ്റും ഒരുപക്ഷെ NHM ചർച്ചയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ആശമാരെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് ചർച്ച സമയവും തുടർ തീരുമാനങ്ങളും ഉണ്ടാകും. അനുജ, ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഉമേഷ്, സംസ്ഥാനത്തിന് ഇനി കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ്. കേന്ദ്രമാണ് അതിൽ ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രി നമ്മളോട് സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. കേന്ദ്രം നൽകേണ്ടത് നൽകുന്നില്ല. സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചില കുടിശ്ശിക വന്നിട്ടുണ്ട്, അത് കൊടുത്തു തീർക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ കേന്ദ്രമാണ് ഇതിൽ പൈസ തരേണ്ടത്, അവർ തരുന്നില്ല എന്നത് അവർ സംസ്ഥാന സർക്കാർ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഉപാധിരഹിത ഓണറേറിയം എന്നതിലേക്ക്, അത് കഴിഞ്ഞ മാസം തന്നെ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ്. 24 അത് ആദ്യം ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്താണിതിൽ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്? ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയാൽ പോലും അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് നീക്കം ഉണ്ടാകാം എന്നാണ് നമ്മൾ കരുതേണ്ടത്? അനുജ, ഈ സമരങ്ങൾക്ക് മുന്നിൽ പല തീരുമാനങ്ങളും വഴിമാറിയ ചരിത്രങ്ങളുണ്ട്. അത്തരത്തിൽ സമരങ്ങൾ കണ്ട നാടാണ് കേരളവും. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപക്ഷെ സർക്കാരുകൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചു പോകാനോ എല്ലാം ഒരു സമരത്തിന് കഴിയുമെന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ ഉപാധിരഹിത 7000 രൂപയുള്ള ഓണറേറിയം ഉപാധിരഹിതമായി നൽകാനുള്ള തീരുമാനം എടുത്തത്. അത് ഈ സമരത്തിന്റെ ഒരു ആദ്യഘട്ട വിജയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സമരങ്ങൾ സർക്കാർ ഈ രീതിയിലുള്ള നിലപാട് എടുത്തായാലും ഈ സമരത്തിന്റെ രൂപവും സമരത്തിന്റെ ഘട്ടങ്ങളും എല്ലാം മാറുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ ഓണറേറിയമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കാൻ, ഒരുപക്ഷെ ഓണറേറിയം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ പോലും മറ്റേതെങ്കിലും രീതിയിൽ കൂടുതൽ തുക ഈ ആശമാരുടെ കൈകളിലെത്താൻ ഏറ്റവും പ്രധാനം അതാണ്. കാരണം സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പോലും 13,500 കൂടുതൽ ആർക്കും ലഭിക്കുന്നില്ല, 13,200 കൂടുതൽ ആർക്കും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ തുക അത് മറ്റ് ചുമതലകളിൽ നൽകിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുമതലകൾ ഏൽപ്പിച്ചോ കൂടുതൽ ഓണറേറിയമോ ആനുകൂല്യമോ ആശമാരുടെ കൈകളിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയെല്ലാം സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു വീണ്ടുവിചാരം ഉണ്ടാകാനുള്ള സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ NHMന്റെ ഈ ചർച്ചയെ നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാണാൻ കഴിയാം. അതേസമയം ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഇനിയും കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ള കാര്യം നിയമസഭയിൽ വെച്ച രേഖകൾ പ്രകാരം വസ്തുതയാണ്. നിയമസഭയിൽ വെച്ച രേഖകളിൽ പ്രകാരം സംസ്ഥാനത്തിന്റെ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടാണ് വെച്ചത്. ആ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടിൽ 2022-23 കാലഘട്ടത്തിൽ 100 കോടിയോളം രൂപ, 2023-24 കാലഘട്ടത്തിൽ 100 കോടിയോളം രൂപ നൽകാനുണ്ട് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വാദത്തിൽ, സർക്കാർ മുന്നോട്ട് വെച്ച വാദത്തിൽ അതിലൊരു വ്യക്തതയുണ്ട്. എന്നാൽ ഈ 100 കോടി രൂപ നൽകുമോ, അതിൽ വരവ് ചെലവ് കേന്ദ്രത്തിന് കൃത്യമായി നൽകാത്തത് കൊണ്ടാണ് ഈ തുക നൽകാത്തത് തുടങ്ങിയ വാദങ്ങളെല്ലാം കേന്ദ്രം ഉന്നയിക്കുമ്പോഴും ഈ ഒരു എക്സ്പെൻഡിച്ചർ ഔദ്യോഗിക റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച സാഹചര്യത്തിൽ ആ തുക കുടിശ്ശികയെല്ലാം കേന്ദ്ര സർക്കാർ നൽകാനുള്ള തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഈ ആശമാരുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകാനാക്കും. എങ്കിലും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംസ്ഥാന സർക്കാരിന് നേരത്തെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു. ആ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തെ ബജറ്റിന് ശേഷം ഒരു ഉത്തരവിറക്കിയ, ഈ മുൻപുള്ള ബജറ്റിന് ശേഷം ഒരു ഉത്തരവിറക്കിയ ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രകടന പത്രികയിലടക്കം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആശമാർ ഈ തെരുവിൽ ഇറങ്ങി ഓരോ വീടുകൾ കയറി ഇറങ്ങിയും എല്ലാം പ്രവർത്തിക്കുന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖ്യമന്ത്രി അടക്കം ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ആവർത്തിക്കുമ്പോഴും നിരവധി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയിൽ ഒരുപക്ഷെ ഈ നൽകാനുള്ള തുകയിൽ, പ്രത്യേകിച്ച് ബ്രാൻഡിംഗ്, ആരോഗ്യ സ്ഥാപനങ്ങളുടെ ബ്രാൻഡിംഗ് വിഷയത്തിലാണ് ഈ 100 കോടിയോളം രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് അത് നൽകാത്ത സാഹചര്യത്തിൽ ആണ് ഈ കേന്ദ്രം നൽകേണ്ട ഫണ്ട് തടഞ്ഞു വെച്ചത്. തിരികെ എത്താം. ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധി ശ്രീമതി ബിന്ദു ടെലിഫോൺ ലൈനുണ്ട്. ബിന്ദു, നിങ്ങൾക്ക് ഈ ഒരു അറിയിപ്പ് കിട്ടിയോ? നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചോ? കാരണം
NHM സ്റ്റേറ്റ് മിഷനുമായി സർക്കാരിന്റെ ഇടപെടലിലൂടെ ഒരു ചർച്ചയിലേക്ക് വീണ്ടും പോവുകയാണല്ലോ. ആശമാരുമായി ചർച്ച എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? 12:30 NHM ഡയറക്ടറേറ്റിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. 12:30. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം പ്രതീക്ഷയോടെ നോക്കി കാണുന്നു? അല്ല, ഇത് NHM ഡയറക്ടർക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ലല്ലോ. നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണ്. എന്തായാലും ഞങ്ങൾ ചർച്ചയെ സ്വാഗതം ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാലല്ലേ അവരെന്താണ് നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നതെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. മറ്റൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ ചർച്ചയ്ക്ക് എന്തായാലും പോകും. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നു എന്നുള്ളത് പ്രതീക്ഷാ നിർഭരമല്ലേ ബിന്ദു? തീർച്ചയായും. നമ്മുടെ 38 ദിവസത്തെ അധ്വാനം അല്ലെങ്കിൽ ആ ഒരു സമരം അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നാളെ നിങ്ങൾ നിരാഹാര സമരത്തിലേക്ക് കടക്കാൻ ഇരിക്കെ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഇതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുക എന്നുള്ളത് അസാധ്യമാകാം. പക്ഷേ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ എങ്ങനെയാണത് സർക്കാർ കൺസിഡർ ചെയ്യുന്നത് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകുമോ നിങ്ങളുടെ തുടർന്നുള്ള നീക്കം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രഖ്യാപിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് സർക്കാരാണ് ചർച്ച വിളിച്ച് പരിഹരിക്കേണ്ടുന്നത്. എന്തായാലും ഇന്ന് പോയി ചർച്ച കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അവര് അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. മുന്നോട്ട് വേണ്ടി വന്നാൽ ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് നിങ്ങൾ ആലോചനകൾ ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. അത് ചർച്ച കഴിഞ്ഞല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരി, ഏതായാലും പ്രതീക്ഷയോടെ കാണുന്നു. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീമതി MA ബിന്ദു. ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധിയാണ് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നാളെ നിരാഹാര സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് NHM സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാൽ NHM സ്റ്റേറ്റ് മിഷന് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൽ നമുക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ അവർ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ധരിപ്പിക്കുക, അതിൽ എന്താണ് നിലപാടുകൾ സർക്കാരുകൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നതൊക്കെയാണ് വളരെ നിർണായകമാവുക. പ്രതീക്ഷയോടെ കാണുന്നു ഈ നീക്കത്തെ, ഈ ചർച്ചയെ എന്നുള്ളതാണ് ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം.